Question spoil system ആണ്. So the system of recruiting government servants is one of the major problem of recruitment. ഈ spoil system നിലനിൽക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അതായത് നമ്മുടെ ഗവൺമെൻറ് സർവൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. The merit system and spoil systems are the two leading system of recruitment. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ് സിസ്റ്റം റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് മെറിറ്റ് സിസ്റ്റവും മറ്റൊന്ന് സ്പോയിൽ സിസ്റ്റം. മെറിറ്റ് സിസ്റ്റം അറിയാമല്ലോ, എന്താണ്? ദ പേഴ്സൺസ് ആർ അപ്പോയിൻറ്റഡ് ഓൺ ദ ബേസ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ദെൻ സ്പോയിൽ സിസ്റ്റം ഒറിജിനേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ USA. അമേരിക്കയിലാണ് സമ്പ്രദായം ഉണ്ടാകുന്നത്, സ്പോയിൽ സിസ്റ്റം ഉണ്ടാകുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഗവൺമെൻറ് സർവൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ റിവാർഡ് ഫോർ പാർട്ടി സർവീസ്. പാർട്ടിക്ക് നൽകുന്ന സേവനത്തിൻ്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് സർവീസുകൾ പാർട്ടി മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ സമ്പ്രദായമാണ് ഏതാ സ്പോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. സ്പോയിൽ ചെയ്യുക, നശിപ്പിക്കുക അല്ലേ? കാരണം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്താ പാർട്ടി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ദേ ഡോണ്ട് ഹാവ് എനി ടാലൻറ്റ് ഓർ കേപ്പബിലിറ്റി ഇൻ കണ്ടക്ടിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ ഭരണം നടത്താനുള്ള കഴിവ് അവർക്ക് എന്താ ഉണ്ടാവുന്നില്ല. സോ ഇൻഎക്സ്പീരിയൻസ്ഡ് പാർട്ടി ലീഡേഴ്സ് ആർ റിക്രൂട്ടഡ് ആസ് ഗവൺമെൻറ് സർവൻസ്. പരിചയസമ്പന്നമില്ലാത്ത പാർട്ടി നേതാക്കന്മാരെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ USA ഡ്യൂറിങ് ദ പ്രസിഡൻസി ഓഫ് ജാക്സൺ. 1828 എന്താ ജാക്സന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു 1888. 1888 വരെ എന്ത് ചെയ്തു? ഇത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. വെൻ ദ പ്രസിഡന്റ് ഗാർഫീൽഡ് വാസ് അസാസിനേറ്റഡ് ബൈ എ ഡിസപ്പോയിൻറ്റഡ് ജോബ് സീക്കർ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഈവിൾസ് ഓഫ് അപ്പോൾ 1828 ജാക്സന്റെ കാലഘട്ടത്തിലാണ് ഈ സമ്പ്രദായം എന്ത് ചെയ്യുന്നത്? ആവിഷ്കരിക്കുന്നത്. 1888 വരെ നിലനിന്നു. അത് അവസാനിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഗാർഫീൽഡിനെ എന്ത് ചെയ്തു? ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ജോബ് സീക്കർ എന്ത് ചെയ്തു? കൊലപ്പെടുത്തുന്നു. അതോടുകൂടി ഇത് എന്ത് ചെയ്തു? സ്പോയിൽ സിസ്റ്റം അവിടെ ഇല്ലാതാക്കി. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി ഈവിൾസ് ഓഫ് സ്പോയിൽ സിസ്റ്റം USA അഡോപ്റ്റഡ് ദ മെറിറ്റ് സിസ്റ്റം ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഈ സ്പോയിൽ സിസ്റ്റത്തിൻ്റെ അപാകതകൾ ഒഴിവാക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? അമേരിക്ക ഏത് സ്വീകരിച്ചു? മെറിറ്റ് സിസ്റ്റം സ്വീകരിച്ചു. എ സിവിൽ സർവീസ് കമ്മീഷൻ വാസ് ക്രിയേറ്റഡ് ആൻഡ് എൻറ്റയർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് വെയർ ക്ലാസിഫൈഡ് ഇൻ ടു. ഒരു സിവിൽ സർവീസ് കമ്മീഷൻ നിയമിക്കുകയും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളെല്ലാം ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി കൊടുക്കുന്നു. അതിലൊന്നാമത്തെന്ന് പറയുന്നത് ക്ലാസിഫൈഡ് സർവീസ് എന്നും നോൺ ക്ലാസിഫൈഡ് സർവീസ് എന്നും രണ്ടാക്കിയതിനെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ. ദ ഒഫീഷ്യൽസ് ബിലോങ്ങിങ് ടു ദ ക്ലാസിഫൈഡ് സർവീസസ് ആർ റിക്രൂട്ട് ഓൺ ദ ബേസ് ഓഫ് മെറിറ്റ് മാനിഫെസ്റ്റഡ് ത്രൂ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഹെൽഡ് ബൈ സിവിൽ സർവീസ് കമ്മീഷൻ. ഇപ്പോൾ ക്ലാസിഫൈഡ് സർവീസിലേക്കുള്ള ആളുകളെ നിയമിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ്? സിവിൽ സർവീസ് കമ്മീഷണർ ആണ് എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. ആൻഡ് ദ നോൺ ക്ലാസിഫൈഡ് സർവീസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ്. നോൺ ക്ലാസിഫൈഡ് സർവീസിലെ ആളുകളെ ഇപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദി ഈവിൾസ് ഓഫ് സ്പോയിൽ സിസ്റ്റം. അപ്പോൾ സ്പോയിൽ സിസ്റ്റം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? നീങ്ങിയിട്ടില്ല. അപ്പോൾ 1888 ഇത് ഇല്ലാതാക്കിയെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴെന്താ സ്പോയിൽ സിസ്റ്റം ഉണ്ട്. കാരണം നോൺ ക്ലാസിഫൈഡ് സർവീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇപ്പോഴും ആര് തന്നെയാണ്? പ്രസിഡൻ്റാണ്. അതായത് ക്ലാസിഫൈഡ് സർവീസിലെ അംഗങ്ങളെ മാത്രമേ സിവിൽ സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സ്പോയിൽ സിസ്റ്റം ഇപ്പോഴും എന്താ അമേരിക്കയിലുണ്ട്. കാരണം അത് നോൺ ക്ലാസിഫൈഡ് സർവീസസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻ്റാണ് നോൺ ക്ലാസിഫൈഡ് സർവീസിലെ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്.